Kerala Reader English Class 7 Unit 3 First Lesson A Trip to a Hot Spring-ന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310. Let us read about a little girl who went on a school trip which gave her a lot of fun and thrill. നമ്മളിവിടെ താഴോട്ട് വായിക്കാൻ പോകുന്നത് ഒരു സ്കൂൾ ട്രിപ്പിന് പോയ ഒരു പെൺകുട്ടിക്ക് ആ ട്രിപ്പിൽ പോയ സമയത്ത് ലഭിച്ച വളരെ രസകരവും ആവേശകരവുമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ദിസ് എക്സെർട്ട് ഈസ് ടേക്കൺ ഫ്രം ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. ഈ ചാപ്റ്റർ എടുത്തിരിക്കുന്നത് ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ്. ഇവിടെ നിങ്ങൾ എക്സെർട്ട് ഒരു വാക്ക് കണ്ടില്ലേ, EXERPT, പി സൈലന്റ് ആണ്. എക്സെർട്ട് എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക. അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത് ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഗ്രന്ഥത്തിലെ എടുത്തു പറയത്തക്ക ഒരു ചാപ്റ്ററാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചൂട് നീരുറവ. നീരുറവ പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരിക, അതാണ് സ്പ്രിംഗ്. അത് ചൂട് വെള്ളം വരും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത്. ഇത് എഴുതിയ ഓഥറിന്റെ പേരാണ് ടെക്സുക്കോ കുറോയാനാഗി. നമുക്ക് ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പേ ഹോട്ട് സ്പ്രിംഗ് അഥവാ ചൂട് നീരുറവ എന്താ നമുക്ക് നോക്കാം. ഹോട്ട് സ്പ്രിംഗ് അഥവാ ചൂട് നീരുറവ ഭൂമിക്കുള്ളിലെ ചൂട് കൊണ്ട് ചൂടാകുന്ന ഭൂഗർഭജലം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്ന നീരുറവയാണ്. അതാണ് ഈ ഹോട്ട് സ്പ്രിംഗ്. ഈ ഉറവകളിൽ ചിലത് കുളിക്കുന്നതിനും സുരക്ഷിതമായ ചൂടുള്ള ജലത്തിന്റെ ഉറവയാണ്. ചിലത് നല്ല വാം വാട്ടർ ആയിരിക്കും, നമുക്ക് അതിൽ കുളിക്കാം, ബാത്ത് ടബിൽ ഇരിക്കുന്ന പോലെയൊക്കെ അവിടെ അതിൽ പോയി ഇറങ്ങിയിരിക്കുകയൊക്കെ ചെയ്യാം. ചില നീരുറവകൾ ചൂട് കൂടുതലായതിനാൽ പൊള്ളലേൽക്കുകയോ മരണത്തിനോ കാരണമാകും. അപ്പം നമ്മൾ അറിയാതെ പോയിട്ട് അതിലേക്കൊന്നും എടുത്ത് ചാടാൻ പാടില്ല, ശ്രദ്ധിക്കണം, പോകുമ്പോൾ ഒക്കെ ചെയ്യണം. അതുകൂടാതെ ഇതിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് പൊന്തി വരുന്നതുകൊണ്ട് ഫോസ്ഫറസ്, പിന്നെ അമോണിയം, പിന്നെ സൾഫ്യൂറിക് ആസിഡ്, ഇങ്ങനത്തെ ആസിഡൊക്കെ മിക്സ് ആവാനുള്ള സംഭവങ്ങളും നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ സ്കിന്നിനൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഈ സ്പ്രിങ്ങിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ എന്താ സംഭവിക്കും നോക്കാം. ഇവിടെ മഴ പെയ്യുന്നത് കണ്ടോ? ഈ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി അരുവികളുടെ കൂടെയൊക്കെ ഒഴുകുമല്ലോ, തോട്, അരുവിയൊക്കെ. പക്ഷേ ഈ ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങും. ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അത് നേരെ പോയിട്ട് ഈ ചൂടുള്ള ഭാഗമുണ്ട്, ഭൂമിക്കടിയിൽ ചൂടുള്ള സ്ഥലമുണ്ട്, അവിടേക്കുള്ള പാറകളുടെ ഗ്യാപ്പിലേക്കൊക്കെ ഈ വെള്ളം പോകും. അപ്പോൾ ഈ വെള്ളം ചൂടാകും. ചൂടാകുമ്പോൾ അതിൽ സ്റ്റീം വരും, പ്രഷർ കൂടും. അപ്പോൾ പിന്നെ അവിടെയുള്ള പാറകളുടെ ഗ്യാപ്പ് കൂടെയൊക്കെ ഇത് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തേക്ക് വരും. പക്ഷെ വരുമ്പോൾ എങ്ങനെയാണ് വരിക? ചില സ്ഥലത്ത് വളരെ ഉറവ് വരുന്ന മാതിരി ചെറുങ്ങനെ ഫോഴ്സിൽ വരും, വളരെ പ്രഷർ ഉണ്ടാവില്ല. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും തടാകം പോലെ കെട്ടി നിൽക്കും. അതാണ് ഈ ഹോട്ട് സ്പ്രിംഗ്. അത് അല്ലാത്ത സ്ഥലത്ത് എന്ത് സംഭവിക്കും? വളരെ പ്രഷറിൽ അത് പുറത്തേക്ക് ചീറ്റി പുറത്ത് വരും. അവിടെ നമുക്കൊന്നും പോകാൻ പറ്റില്ല, നമ്മളെ മേത്തൊക്കെ വെള്ളം, ചൂടുവെള്ളം തെറിച്ച് വീഴും. അതാണ് ഗെയ്സേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗെയ്സേഴ്സും ഹോട്ട് സ്പ്രിങ്സ് ആയിട്ട് നമുക്കിതിനെ അനുഭവപ്പെടും. അപ്പോൾ ഇതാണ് ഒരു ചെറിയ വിവരണം. Summer vacation came to an end and the day of the trip to the hot spring resort finally arrived. അങ്ങനെ വേനൽക്കാല അവധിയെല്ലാം കഴിഞ്ഞു. ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്ക് പോകാനുള്ള ആ ദിവസം ആയി. For the students it was the most important event at Tomo. ടോമോ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ പേരാണ്, ജപ്പാനിലെ ഒരു സ്കൂളാണ്. അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ യാത്ര. The trip was to a seaside school at a place called Toi on the Izu Peninsula in Shizuoka. അപ്പം ഷിസുവോക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഇസു പെനിൻസുലയിലെ ടോയ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കടൽ തീരത്തുള്ള സ്കൂളിലേക്കാണ് ഇവരുടെ ഈ ട്രിപ്പ്. There was a hot spring right in the sea where the children could both swim and take a hot bath. അപ്പോൾ അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ആ ഹോട്ട് സ്പ്രിംഗ് കുറച്ച് കടലിൻ്റെ നടുക്കിലേക്കാണ്. അവിടെ കുട്ടികൾക്കൊക്കെ നീന്താനും സാധിക്കും, ചൂടുവെള്ളത്തിൽ കുളിക്കാനും സാധിക്കും. This trip would last 3 days and 2 nights. അപ്പോൾ ഈ ട്രിപ്പ് 3 ദിവസവും 2 രാത്രിയും നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ്. One of the students' father had a vacation home there where all 50 of the Tomei students from the 1st to 6th grade could stay. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? 1st ഗ്രേഡ് മുതൽ 6th ഗ്രേഡ് വരെയുള്ള എല്ലാ 50 കുട്ടികൾക്കും താമസിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു വെക്കേഷൻ ഹോം അവിടെ ഉണ്ട്. അത് ആരതാണ്? ഇവരെ കൂടെ ഉള്ള ഒരു കുട്ടിയുടെ അച്ഛൻ്റെതാണ്. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. അങ്ങനെ ടോട്ടോ ചാനിന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല അവളുടെ അമ്മ ഈ ട്രിപ്പിന് പോകാൻ അവളെ സമ്മതിക്കുമെന്ന്. Mom,
മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്, ഷീ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. അപ്പം ടോട്ടോച്ചാൻ അമ്മനോട് മടിയോടുകൂടെ അല്ലെ ഒരു സംശയത്തോടു കൂടെ ചോദിച്ചു, അമ്മേ ഞാൻ ഈ ട്രിപ്പിന് പോയിക്കോട്ടെ. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോച്ചാൻ ഗോ. അപ്പോൾ ഇവിടെ അമ്മക്ക് ഓൾറെഡി ഹെഡ് മാസ്റ്റർ അടുത്തുനിന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ട് ഈ ട്രിപ്പിനെ കുറിച്ച് വിവരിച്ചിട്ടൊക്കെ. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ അമ്മ തീരുമാനിച്ചു ടോട്ടോച്ചാനെ ഈ ട്രിപ്പിന് വിടും എന്നുള്ളത്. ഇവിടെ ഒരു ചിത്രം കാണാലോ, അത് ടോട്ടോച്ചാൻ അമ്മനോട് സമ്മതം ചോദിക്കുന്ന ഒരു ചിത്രമാണ് അവർ വരച്ച് കാണിച്ചിരിക്കുന്നത്. മുന്നോട്ട് വായിക്കാം. നൗ ദെൻ സെറ്റ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. അങ്ങനെ എല്ലാവരും ട്രിപ്പിന് വേണ്ടി അസംബിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. അപ്പം നമ്മൾ ട്രെയിനിൽ പോകും, പിന്നെ അവിടുന്ന് ഷിപ്പിൽ പോകും. പക്ഷേ ആരും കൂട്ടം തെറ്റിപ്പോകരുത്, ആരും കാണാതെ പോകരുത്. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ കുട്ടികളോട് ചോദിക്കാം, മാഷ് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. ശരി, നമുക്ക് പോകാം. ദാറ്റ് വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഈ ഹെഡ് മാസ്റ്ററോട് കൊടുത്തുള്ളൂ, നിങ്ങൾ കൂട്ടം തെറ്റി പോകരുത്. യെറ്റ് ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. എന്നിട്ടും ഈ കുട്ടികൾ വളരെ നല്ലവണ്ണാണ് ബിഹേവ് ചെയ്തത്. ട്രെയിനിൽ അച്ചടക്കത്തോടെയാണ് ട്രെയിനിൽ ഇവർ ഇരുന്നതും യാത്ര ചെയ്തതും. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ് ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വയറ്റ്ലി എമംഗ് ദോസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. ആരും ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിക്കളിച്ചില്ല. അവർ വർത്തമാനം പറഞ്ഞ തന്നെ വളരെ ക്വയറ്റായിട്ട്, ശബ്ദമില്ലാതെ ഇങ്ങനെ അടുത്തിരിക്കുന്നവരോട് മാത്രം അവർ സംസാരിച്ചുള്ളൂ. അവർ എണീച്ച് അങ്ങോട്ടിരിക്കുക ഇങ്ങോട്ടിരിക്കുക ഒന്നും ചെയ്തില്ല. ഓക്കെ, ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് എന്താ കാണുന്നത്? ഹെഡ് മാഷ് കുട്ടികൾക്കൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. കൂട്ടം കൂട്ടി വിളിച്ചിട്ട് ഗ്യാദർ ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ദ ടോമോ പ്യൂപ്പിൾസ് ഹാഡ് നെവർ ബീൻ ആക്ച്വലി ടോൾഡ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്. അപ്പോൾ പബ്ലിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേക ലെസനോ ക്ലാസ്സോ ഒന്നും കൊടുത്തിരുന്നില്ല. ബട്ട് സംഹൗ their school life had instilled into them the basic of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others. ഇവിടെ വായിച്ചയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? Somehow their school life had instilled into them. അതായത് എങ്ങനെയോ അവരുടെ സ്കൂൾ ലൈഫ്, അതായത് സ്കൂൾ ആ ജീവിത ശൈലി അവരിലേക്ക് ക്രമേണ അവർ മനസ്സിലാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. എന്താ മനസ്സിലാക്കിയത്? ബേസിക് ഓഫ് ഡീസൻസി ആൻഡ് ഗുഡ് ഹാബിറ്റ്. അതായത് ഡീസൻസി, അതായത് മര്യാദ, ഗുഡ് ഹാബിറ്റ്, നല്ല പെരുമാറ്റം, അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ, ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. ബുള്ളീഡ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. അവർ ഭീഷണിപ്പെടുത്തിയിരുന്നില്ല ആരെയും. ദേ നെവർ ടുക്ക് അൺറൂലി ബിഹേവിയർ. അൺറൂലി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അച്ചടക്കമില്ലാത്ത പെരുമാറ്റം, അങ്ങനെ ഒരിക്കലും അവർ ചെയ്തിരുന്നില്ല. picked up litter wherever they found it. ലിറ്റർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ആരെങ്കിലും അല്ലെങ്കിൽ ഒക്കെ വലിച്ചെറിയുന്ന വേസ്റ്റ്, അത് എവിടെ കണ്ടാലും അവരതെടുത്ത് അത് കറക്റ്റായിട്ട് അതിനെ കൊണ്ട് ഡിസ്പോസ് ചെയ്യും. ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. അതായത് അവരാരെയും ഒരിക്കലും വിഷമിപ്പിച്ചിരുന്നില്ല, ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. അതാണ് അനോയ്ഡ്, ഡിസ്റ്റർബ്ഡ്. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോച്ചാൻ. ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഏറ്റവും ഭയങ്കര അതിശയം. എന്താ കാരണം? In her old school, she had done unimaginable things. അതായത് ഈ ടോട്ടോച്ചാൻ പഴയ സ്കൂളിലായിരുന്ന സമയത്ത്, ഇവിടെ ഇപ്പോൾ വന്ന് ചേർന്നിട്ടേ ഉള്ളൂ. ഇതിന് മുന്നേ ഉള്ള സ്കൂളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആത്മാർത്ഥ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. She would even talk to musicians in the street out of the window in the middle of a class. അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് മുറിയിലെ വിൻഡോയിൽ കൂടെ, ജനലിൽ കൂടെ അടുത്ത സ്ട്രീറ്റിൽ ഈ പാടുന്ന ആൾക്കാരുണ്ടാവില്ല, സ്ട്രീറ്റിലൊക്കെ ഇരുന്ന് പാടുന്ന മ്യൂസീഷ്യൻസ്, അവരോട് സംസാരിക്കും. അങ്ങനത്തെ ഗുരുത്തം കെട്ട പണിയൊക്കെയാണ് ഇവള് ചെയ്തിരുന്നത്. At Tomo, from her first day, she was attentive in class and did her lessons properly. ഈ ടോമോ സ്കൂളിൽ വന്നതിന് ശേഷം ആദ്യ ദിവസം മുതൽ തന്നെ അവൾ വളരെ ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അവളുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കറക്റ്റായിട്ട് ചെയ്യാനും അവൾ തുടങ്ങി. If any of the teachers from her old school saw her now, they would not believe their eyes. ഇപ്പോൾ അവളുടെ പഴയ സ്കൂളിലെ ഏതെങ്കിലും ഒരു ടീച്ചർ ഇവളെ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക്
വിശ്വസിക്കാൻ പറ്റില്ല, അവരെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഷുവർലി ഇറ്റ്സ് നോട്ട് ടോട്ടോ ചാൻ ദേ വുഡ് ഹാവ് സെഡ്. അവരെന്ത് പറയും? തീർച്ചയായിട്ടും ഇത് ടോട്ടോ ചാൻ ഒന്നല്ല, ഇത് വേറെ ഏതൊരു കുട്ടിയാണ്. ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. കണ്ടില്ലേ, ഇത് വേറെ ഏതൊരു കുട്ടിയാണെന്ന് അവർ പറയും. കാരണം അവരുടെ സ്വഭാവം അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുകയാണ്. അറ്റ് നുമാസു they embarked on a ship that was just like what they had all dreamed about. അപ്പോൾ അവർ വളരെ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർ നുമാസു എന്ന സ്ഥലത്ത് വെച്ച് ഒരു കപ്പലിൽ കയറി. ഇറ്റ് വാസന്റ് എ ബിഗ് ഷിപ്പ്, അത് അത്ര വലിയൊരു കപ്പലൊന്നും അല്ലായിരുന്നു. ബട്ട് they were all so excited that they inspected every corner of the deck, pulling at and poking their hands into everything. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവർ കപ്പലിൽ കയറിയതിന് ശേഷം ഇവർ വളരെ എക്സൈറ്റഡ് ആയി, വളരെ സന്തോഷമായി, ഇവർ വളരെ ആനന്ദമായി. അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് എല്ലാ സ്ഥലവും പോയിട്ട് അങ്ങ് പരിശോധിച്ചു. കപ്പലിൽ ഇനി പരിശോധിക്കാൻ വേറെ സ്ഥലമില്ല. ബട്ട് സൂൺ ദ സീ ബിക്കേം റഫ്. സീ ബിക്കേം റഫ് എന്ന് പറഞ്ഞാൽ കടല് പ്രക്ഷുബ്ധമാവുക, അതായത് ശാന്തമായ വെള്ളമല്ല. കാറ്റടിക്കാൻ തുടങ്ങുമ്പോൾ ഈ കടല് അങ്ങോട്ട് ഇളകാൻ തുടങ്ങും. അതാണ് ഈ റഫ് എന്ന് പറയുന്നത്. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക് ആസ് ഡിഡ് സം അതേഴ്സ്. അങ്ങനെ ടോട്ടോ ചാന് ഈ കടലൊക്കെ ഇങ്ങോട്ട് ഇളകി കപ്പലിലൊക്കെ അങ്ങോട്ട് ഇളകാൻ തുടങ്ങിയപ്പോൾ ടോട്ടോ ചാനിന് കുറച്ച് ഒരു വല്ലാതെ സിക്നസ് വന്നു, ഒരു ഫീലിംഗ്, മോശമായ ഫീലിംഗ് ശരീരത്തിൽ അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ വേറുള്ള ചില കുട്ടികൾക്കും അനുഭവപ്പെട്ടു. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, one of the older boys stood amidship and ran from one side to the other saying oops. അങ്ങനെ ഈ ഷിപ്പ് റോക്ക്ഡ്, എന്താ പറയുക, റോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഇളകാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ആൺകുട്ടി, അത് കുറച്ച് മുതിർന്ന ആൺകുട്ടി, സ്റ്റുഡ് എമിഡ്ഷിപ്പ്, അതായത് കപ്പലിന്റെ ആ നടുഭാഗത്തേക്ക്, ആ ഡെക്കിന്റെ നടുഭാഗത്തെ വന്ന് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. എന്ത് പറഞ്ഞുകൊണ്ട്? ഊപ്സ് ഊപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. ഇറ്റ് വാസ് സോ ഫണി that the children couldn't help laughing even though they felt so seasick. അതായത് ഇവൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും പിന്നെ ഊപ്സ് ഊപ്സ് എന്നുള്ള പറഞ്ഞ പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഈ സുഖമില്ലാതെ ഇരിക്കുന്ന കുട്ടികൾ പോലും ചിരിച്ചു. വളരെ തമാശയായി തോന്നി അവർക്ക്. ഫെൽറ്റ് സോ സീസിക് എന്ന് പറയുന്നത്, ഈ സീസിക് എന്ന് പറഞ്ഞാൽ ഈ കടലിൽ യാത്ര ചെയ്യുമ്പോൾ, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഛർദി വരും, തലചുറ്റൽ വരും, ഒരു ജാതി ഓക്കാനം വരും. ആ കടലിന് ഒരു പ്രത്യേക മണമുണ്ട്. ആ മണമൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു ജാതി ഫീൽ വരും. അതാണ് ഈ സീസിക് എന്ന് പറയുന്നത്. വെൻ ദേ disembarked, the oops boy began to feel sick just when everyone else had recovered and was feeling fine. അപ്പോൾ വെൻ ദേ disembarked എന്ന് പറഞ്ഞാൽ കപ്പൽ കരക്കടുത്ത് ഇവർ ഇറങ്ങി എന്നർത്ഥം. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചത്? ബാക്കി എല്ലാവർക്കും ആ സീ സിക്നസ് മാറി, എല്ലാവരും ഫൈനായി, എല്ലാവരും ഓക്കെ ആയി. പക്ഷേ ഊപ്സ് ബോയ് ബിഗാൻ ടു ഫീൽ സിക്ക്. ഊപ്സ് ബോയ്ക്ക് എന്ത് പറ്റി? അവന് ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. ദ സ്പാ അറ്റ് ടോയി. എന്തുകൊണ്ടാണ് ടോയിലുള്ള സ്പാ എന്ന് പറയുന്നത്? ഇവിടെ സ്പാ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഹോട്ട് സ്പ്രിങ്ങിനെ കൊണ്ടാണ്. പിന്നെ സ്പാൻ്റെ അർത്ഥം എന്താ? ക്യൂർ ബൈ വാട്ടർ. വെള്ളം മുഖാന്തരം നമുക്ക് ചില അസുഖങ്ങളൊക്കെ ഭേദമാവുക. The spa at Toyi was in a quite beautiful village on the sea surrounded by wooden hills. അപ്പോൾ എവിടെയാണ് ഈ ടോയിലുള്ള സ്പാ? ഈ ടോയിലുള്ള സ്പാ കടലിലാണ്. അതിനെ ചുറ്റും വുഡൻ ഹിൽസ് ഉണ്ട്. വുഡൻ ഹിൽസ് എന്ന് പറഞ്ഞാൽ മലകളാണ്, പക്ഷേ അത് നിറയെ മരങ്ങളാണ്. അപ്പം അങ്ങനത്തെ മലകളുകൊണ്ട് ചുറ്റപ്പെട്ടതാണ്. വളരെ ശാന്തമായോ വളരെ ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണത്. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ് the teachers took the children down for a swim in the sea. അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ടീച്ചർമാർ കുട്ടികളെ കടലിലേക്ക് നീന്താൻ കൊണ്ടുപോയി. ഇറ്റ് വാസന്റ് ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് ദ സ്കൂൾ. സ്കൂളിലുള്ള സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന പോലെ അല്ലായിരുന്നു അത്. സോ ദേ വോർ ദേ സ്വിം സൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് അവർ അവരുടെ സ്വിം സൂട്ട്സ് ഒക്കെ എടുത്ത് ധരിച്ചു. കണ്ടോ, കുട്ടികളൊക്കെ സ്വിം സൂട്ട്സിലാണ് ഉള്ളത്. ഇപ്പോൾ if you crouched down where you were told the hot spring was, the hot water came up to your neck. ക്രൗച്ച് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇരിക്കുക. അങ്ങനെ വെള്ളത്തിലേക്ക് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഹോട്ട് സ്പ്രിങ്ങിലെ ചൂടുവെള്ളം നിങ്ങളെ കഴുത്തോളം കയറി വരും. ഇറ്റ് ഫെൽറ്റ് ലവ്ലി. അങ്ങനെ ആ ഹോട്ട് സ്പ്രിങ്ങിലുള്ള കുളി വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ജസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻ എ ഹോട്ട് ബാത്ത്. അതായത് ഒരു ഹോട്ട് ബാത്തിൽ ഇരിക്കുന്ന പോലെ തോന്നി. ഹോട്ട് ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കുളിമുറിയിലുള്ള ബാത്ത് ടബിൽ ചൂടുവെള്ളമൊക്കെ നിറച്ച് അതിലിങ്ങനെ കഴുത്തോളം വെള്ളത്തിലിങ്ങനെ ആണ്ട് കിടക്കുന്ന ആ ഒരു ഫീല്. In those days, the seashore was so deserted. അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ കടൽ തീരത്ത് ആരും ഉണ്ടായിരുന്നില്ല. അത് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല, ഇവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അപ്പോൾ ഇവർക്ക് എന്ത് തോന്നി? ഇവർക്കായിട്ട് ഉള്ള ഒരു പ്രൈവറ്റ് ബീച്ചിലുള്ള പോലെ ഇവർക്ക് തോന്നി. ദ ചിൽഡ്രൻ റിവീൽഡ് ഇൻ ദിസ്
unusual hot spring sea bathing. അങ്ങനെ ഈ ഹോട്ട് സ്പ്രിങ്ങിലുള്ള കുളി ഈ കുട്ടികളൊക്കെ വളരെ സന്തോഷിച്ചു, ആനന്ദിച്ചു. അതാണ് റിവീൽ എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക. When they got back to the house in the evening, after staying in the water for so long, their fingers were a mass of wrinkles. അപ്പോൾ ഇവർ വൈകുന്നേരം വരെ വെള്ളത്തിൽ കളിച്ച് എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഈ കുട്ടികളൊക്കെ ഒരു കാര്യം കണ്ടു. എന്താ കണ്ടത്? ഫിംഗേഴ്സ് വെർ എ മാസ് ഓഫ് റിങ്കിൾസ്. വിരലിൻ്റെ അറ്റമൊക്കെ ചുളിഞ്ഞിരിക്കുന്നത് കണ്ടു. റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ചുളിഞ്ഞിരിക്കുക. ഇവിടെ 2 പിക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം വിരലിൻ്റെ അറ്റം കണ്ടോ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് നമ്മൾ കൂടുതൽ നേരം വെള്ളത്തിൽ പെരുമാറിയതാണ്. അപ്പോൾ ഇതാണ് ആ കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കണ്ടത്. അപ്പോൾ ഫിംഗർ റിങ്കിൾസ് എന്താണെന്നുള്ളത് ഇപ്പം ക്ലിയർ ആയില്ലേ? Each night, once they were tucked into their quilts, the children took turns telling ghost stories. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓരോ രാത്രിയും അവർ കിടന്നു കഴിഞ്ഞാൽ, അതായത് പുതച്ച് കിടന്നു കഴിഞ്ഞാൽ, ഇവിടെ എന്തുകൊണ്ടാണ് പുതയ്ക്കുന്നത്? ടക്ഡ് ഇൻ ടു ദ ക്വിൽസ്. ടക്ക് എന്ന് പറഞ്ഞാൽ ക്വിൽറ്റിൻ്റെ ഉള്ളിൽ പോകും. ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടൺ നിറച്ച ഒരു ടൈപ്പ് ഓഫ് തിക്ക് പുതപ്പാണ്. അത് എടുത്ത് പുതച്ച് കിടന്നു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? ഓരോരുത്തർ പ്രേതകഥകൾ പറയാൻ തുടങ്ങും. Toto Chan and the other first grades got so frightened that they cried. അങ്ങനെ ടോട്ടോ ചാനും മറ്റ് ഫസ്റ്റ് ഗ്രേഡിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ ഈ പ്രേതകഥ കേട്ടപ്പം വളരെ പേടിയായിട്ട് കരയാൻ തുടങ്ങി. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദ ടീയേഴ്സ് ദേ വുഡ് ആസ്ക്, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? ഈ കരച്ചിലൊക്കെ ഉണ്ടെങ്കിലും പേടിയും ഉണ്ടെങ്കിലും പക്ഷേ അവർ ചോദിക്കും, പിന്നെന്ത് സംഭവിച്ചു? ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? മുന്നോട്ട് അറിയാനുള്ള ആകാംക്ഷയുണ്ട്, അതേസമയം പേടിയുണ്ട്. അൺലൈക്ക് camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. അതായത് 3 ദിവസത്തെ ടോയ് സ്പായിലുള്ള ആ ഒരു സ്റ്റേ അവർക്ക് യഥാർത്ഥമായ ജീവിതാനുഭവമായിരുന്നു. അല്ലെങ്കിൽ ഈ സ്കൂളിൽ നടക്കുന്ന ചെറിയ ക്യാമ്പുകളും അവിടെ നടക്കുന്ന ധീരത ടെസ്റ്റ്, ബ്രേവറി ടെസ്റ്റ് ഇതുപോലെയൊന്നും ആയിരുന്നില്ല അത്. There was a forest full of cicadas and a shop where you could buy popsicles. അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിങ്ങൾക്ക് പോപ്സിക്കൽസ് വാങ്ങാൻ പറ്റുമായിരുന്നു. എന്താണ് ഈ പോപ്സിക്കൽസ്? ഐസ് ക്യാൻഡി അല്ലെങ്കിൽ ഐസ് ഫ്രൂട്ട് എന്ന് പറയും. പിന്നെ അവിടുത്തെ കാട് നിറയെ സിക്കാഡസ് ആയിരുന്നു. സിക്കാഡസ് എന്ന് പറഞ്ഞാൽ ചീവീടുകൾ, മലയാളത്തിൽ ചീവീട് എന്ന് പറയും. ഇതാണ് പോപ്സിക്കൽസ്, ഇതാണ് സിക്കാഡസ്, ചീവീട്, ഐസ് ക്യാൻഡി. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇപ്പം? And they met a man on the beach who was building a big wooden boat all by himself. അതിനുശേഷം അവർ ആ കടൽ തീരത്ത് ആ ബീച്ചിൽ ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒരു ബോട്ട് ഉണ്ടാക്കുകയായിരുന്നു. പക്ഷേ വേറെ ആരും ഉണ്ടായിട്ടില്ല, അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയായിരുന്നു. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. ഏകദേശം ബോട്ട് ഉണ്ടാക്കി കഴിയാറായിരുന്നു, അതിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അങ്ങനെ ദിവസം രാവിലെ ഈ കുട്ടികൾ എന്ത് ചെയ്യും? റെഡി ആയതിനു ശേഷം ഓടി ബീച്ചിൽ പോയിട്ട് ഈ മനുഷ്യൻ എത്രമാത്രം ബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് നോക്കാൻ വേണ്ടി പോകും. കണ്ടില്ലേ, ഏകദേശം ഷേപ്പ് ആയി കഴിഞ്ഞു. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിംഗ്. അങ്ങനെ ഈ ആൾ എന്ത് ചെയ്തു? ഈ ബോട്ട് ഉണ്ടാക്കുന്ന ആള് ടോട്ടോ ചാന് ഒരു വളരെ നീളമുള്ള വുഡ് ഷേവിംഗ്. വുഡ് ഷേവിംഗ് എന്ന് പറഞ്ഞാൽ ചിപ്പിളി ഉന്തിയിട്ട് വരുന്ന ആ ഒരു മരമാണ്. അതിങ്ങനെ ചുരുണ്ടായിട്ട് ഉണ്ടാവും. അത് വളരെ നീളമുള്ളൊരു ചുരുളെടുത്തിട്ട് ടോട്ടോ ചാനിന് കൊടുക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കേളി വുഡ് ഷേവിങ് കാണാം. ഇതാണ് കണ്ടോ, മരം ചിപ്പിളി ഉന്തിയിട്ട് ഇങ്ങനെ ചുരുണ്ട് വരും. ഇതുപോലത്തെ ഒരു നീളമുള്ള ഒരു ചുരുളെടുത്തിട്ടാണ് ടോട്ടോ ചാനിന് അദ്ദേഹം കൊടുത്തത്. ഹൗ അബൌട്ട് എ സോവറിൻ ഫോട്ടോഗ്രാഫ് ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വർ ടു ലീവ്. അങ്ങനെ എല്ലാവരും പോകാൻ തയ്യാറായി, ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടെ നിന്നിട്ട് ഒന്നിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം ഈ ട്രിപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട്. അതാണ് ഈ ഓർമ്മയ്ക്കായിട്ട് എടുക്കുന്ന ഫോട്ടോനാണ് സോവറിൻ ഫോട്ടോഗ്രാഫ് എന്ന് പറയാം. They had never had a photograph taken of all of them together and the children were excited at the idea. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞ ഈ ഒരു ഐഡിയ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു, വളരെ എക്സൈറ്റഡ് ആയി. കാരണം എന്താ, ഇതുവരെ അവരെല്ലാവരും ഒന്നിച്ചിട്ടൊരു ഫോട്ടോ എടുത്തിരുന്നില്ല. No sooner was the headmaster ready with his camera that someone had gone to the toilet. അപ്പോൾ ഹെഡ് മാസ്റ്റർ ക്യാമറയൊക്കെ ആയി റെഡിയായി എല്ലാവരെയും ഒന്നിച്ച് നിർത്തി തുടങ്ങിയപ്പോൾ നോക്കുമ്പോൾ ഒരാളെ കാണുന്നില്ല. അപ്പോൾ അവരെവിടെ പോയി? ആ കുട്ടി ടോയ്ലറ്റ് പോയിരിക്കുക. Then someone else had his gym shoes on the wrong feet and had to change them around. പിന്നെന്ത് സംഭവിച്ചു? വേറൊരു കുട്ടി അവൻ്റെ ഷൂ ഇടത്തും വലത്തും കാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പോയി. അപ്പോൾ ആ കുട്ടി അവിടെ സൈഡിലേക്ക് മാറി ഇരുന്നിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുക. When he finally said, "Is everyone ready?" one or two of the children were lying on the ground. അങ്ങനെ ഒടുക്കം
നമ്മളെ ഹെഡ് മാഷ് ചോദിച്ചു, എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? ആ സമയത്താണ് 1-2 കുട്ടികൾ അവിടെ നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടത്. ദേ ഹാഡ് ബിക്കം ടയർഡ് ഓഫ് ഹോൾഡിംഗ് ദെയർ പോസസ് സോ ലോങ്. അപ്പം നേരത്തെ നമ്മൾ വായിച്ചില്ലേ, 1 or 2 ഓഫ് ചിൽഡ്രൻ വെർ ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. അവരെന്തിനാ കിടന്നത്? ഈ പോസ് ചെയ്ത് നിന്നിട്ട് അവർ ക്ഷീണിച്ചു. ടോയ്ലറ്റിൽ പോയ കുട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു കുട്ടീൻ്റെ ഷൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അവൻ ഷൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ പോസ് ചെയ്ത് നിന്നിട്ട് അവർക്ക് തളർന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവറി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അങ്ങനെ എല്ലാവരെയും ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരുന്ന കാര്യം വളരെ ശ്രമകരമായ ഒരു പണി തന്നെയായിരുന്നു. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അങ്ങനെ ഇതെല്ലാം ശരിയായി വരുമ്പോഴത്തേക്കും കുറച്ച് ജാസ്തി, അതായത് ധാരാളം സമയം അങ്ങോട്ട് പോയി. ബട്ട് ദാറ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈച്ച് ചൈൽഡ് പോസിംഗ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി ബിക്കെയിം എ ട്രഷേർഡ് പൊസഷൻ ഫോർ ഈച്ച് ഓഫ് ദം. അപ്പം ഇവിടെ പറയുന്നത് എന്താ, ഓരോ കുട്ടിക്കും ആ കടല് ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്ത ഫോട്ടോ, അവരവർ ഇഷ്ടത്തിന് നിന്ന് എടുത്ത ആ ഒരു പോസ് ചെയ്തൊക്കെ എടുത്ത ഫോട്ടോ ഒരു അമൂല്യ സ്വത്തായി മാറി ഓരോരുത്തർക്കും. അതാണ് ട്രഷേർഡ് പൊസഷൻ എന്ന് പറഞ്ഞാൽ അമൂല്യ സ്വത്ത്. വൺ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. അതായത് ആ ഫോട്ടോയിലേക്ക് പിന്നെ ഒന്ന് നോക്കേ വേണ്ടു. ആ പഴയ മെമ്മറീസ്, ഇവരിവിടെ വന്ന് ട്രിപ്പിന് ഇവർ ചെയ്ത ഓരോ കാര്യങ്ങളുടെ ഓർമ്മകൾ അങ്ങനെ മനസ്സിലേക്ക് നിറഞ്ഞ് തുളുമ്പി വരും. അതാണ് വുഡ് ഫ്ലഡ് ബാക്ക് എന്ന് പറയുന്നത്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാൻ ആണെങ്കിലോ ഈ ഒരു സമ്മർ വെക്കേഷൻ അവളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു, അതുകൊണ്ട് ഒരിക്കലും മറന്നില്ല. ഓക്കെ സ്റ്റുഡൻസ്, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. If so, please like, share and subscribe my channel, Your Classroom at 2310.